ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേബി ഷാർക്ക് തീമിലുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു കേക്ക് 1.5 കിലോഗ്രാം വെയിറ്റിൽ വിപ്പിംഗ് ക്രീമിൽ ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അതിൽ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ഞാൻ ഗം പേസ്റ്റ് കളറൊക്കെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. ജെൽ ഫുഡ് കളർ ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം ഏതൊക്കെ കളറാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറൊക്കെ ചെയ്തെടുത്താൽ മതി. ബേബി ഷാർക്കിൻ്റെ ആ ഒരു പിക്ചർ കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാനായിട്ട് അതും അതേ ഒരു അളവിൽ തന്നെ പകുതിയിൽ നിന്ന് മുകളിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളറിലാണ് ഒരു ഷാർക്കിന് റെഡിയാക്കുന്നത്. അപ്പോൾ യെല്ലോ കളറിലുള്ള ഫോണ്ടൻറ്റ് നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം. നമ്മളിത് ടോപ്പിൽ കുത്തി കൊടുക്കുന്നതുകൊണ്ട് നല്ല കുറച്ച് കനത്തെ മാത്രം ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് അത് നമുക്കത് ടോപ്പറായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഡ്രോ ചെയ്തിട്ടുള്ള പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനൊന്ന് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. വൈറ്റ് കളറിലുള്ള ഫോണ്ടൻറ്റ് ആ ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ കട്ട് ചെയ്തിട്ട് വെക്കണം. അത് ഒരുപാട് കനത്തിൽ വേണമെന്നില്ല. നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏതെങ്കിലും സ്ക്യൂവറോ അല്ലെങ്കിൽ ഇതുപോലെ പോപ്സിക്കിളിൻ്റെ ഒരു സ്റ്റിക്കായാലും മതി. ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ ആ ഒരു ഫോണ്ടൻറ്റ് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു കനത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. എഡിബിൾ ഗ്ലൂ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കണ്ണ് കൊടുക്കുന്നതിനായിട്ട് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻറ്റ് ഇതുപോലെ ഒരു നോസിലിൻ്റെ എൻഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുക്കാനായിട്ട് ഒരു സ്ട്രോ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ. അത് നമ്മൾ വൈറ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചെറുതായിട്ട് വേണം. എന്നിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം കുറച്ചൊന്ന് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു ബ്ലാക്കിന് സെൻറ്ററിലായിട്ട് കുറച്ച് ചെറുതായിട്ട് വൈറ്റ് കളർ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലുള്ള ഫോണ്ടൻറ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിന് ഒരു മൗത്തിൻ്റെ ഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് മെഷർ ചെയ്തിട്ട് അളവൊന്ന് എടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഹാഫ് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലായിട്ടുള്ള ആ എൻഡിൽ നമുക്ക് ആ ഒരു ടീത്ത് കൊടുക്കാനായിട്ട് ക്രോസിന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ടത് ആ ഒരു മൗത്തിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് പിങ്ക് കളറിലുള്ള ഫോണ്ടൻറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഷാർക്കിനെ റെഡിയാക്കുന്നത് പിങ്ക് കളറിലാണ്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കളറൊക്കെ അവർ പറഞ്ഞ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ മൂക്കിൻ്റെ ഭാഗം കൊടുക്കാനായിട്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർ ഫിഷിനെ റെഡിയാക്കാനായിട്ട് റെഡ് കളറിലുള്ള ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്റ്റാറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി.
ഓരോ എൻഡും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിലേക്ക് അങ്ങിങ്ങായിട്ട് ഒന്ന് ഹോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റാറിൻ്റെ ഫിഷിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഹോള് അങ്ങിങ്ങായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ് ഈ ഒരു സ്റ്റാർ ഫിഷൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ടും എല്ലാം നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. വൈറ്റ് കളറുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു സിലിക്കണിൻ്റെ മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ഷെല്ല് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് അല്ലാതെയും ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇങ്ങനെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലൈൻസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചെറുതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു സിലിക്കണിൻ്റെ ആ ഒരു മോൾഡ് ഇല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ടൂൾസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെറുതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഷെല്ല്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു എല്ലാ ലൈൻസും വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി യെല്ലോ കളറിലുള്ള ഫോണ്ടൻ്റ് ഇങ്ങനെ ഒന്ന് നീളത്തിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ ഒരു 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും എല്ലാം റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു ഫോണ്ടൻ്റ് ബോൾസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ കേക്കിൻ്റെ സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ പല ഷേപ്പിലുള്ള ബോൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടുണ്ട്. അടുത്തത് ഒരു റോക്ക് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ കളറുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പൊന്നും വേണമെന്നില്ല. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പാറയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗ്രീൻ കുറച്ചും കൂടെ വേറൊരു ഗ്രീൻ ആയിരുന്നേ ഒന്നും കൂടെ ഭംഗിയുണ്ടായിരുന്നേന്. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്രാസ് കൊടുക്കുന്ന ആ ഒരു കളറ് തന്നെ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് അതിൽ ഹോൾസൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്രാസാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോണ്ടൻ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചുരുട്ടി കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തിരിച്ച് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഗ്രാസും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുന്ന പോലെ ഒന്ന് പിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗ്രാസിന് നമുക്ക് ചെയ്തിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കുന്നുണ്ട്. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം നമ്മളിത് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ ഇതിന് മുമ്പായിട്ട് തന്നെ കേക്ക് നന്നായിട്ട് സെറ്റാക്കിയിട്ട് വേണം ഈ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേക്കിൽ നിന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് കേക്ക് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഷാർക്കിനെയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കാനാണ്. അപ്പോൾ ഡാർക്ക് ബ്ലൂവും ഒരു സ്കൈ ബ്ലൂവും കൂടെ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വെട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം ഡ്രൈ ആവാനായിട്ട് ഒരു 3-4 മണിക്കൂർ വയ്ക്കാം. ഇതിലേക്കുള്ള സ്പോഞ്ച് കേക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് 2 മുട്ട വെച്ചിട്ടാണ് ഈ ഓരോ കേക്കും ചെയ്തിട്ടുള്ളത്. എന്നിട്ടത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ കേക്കും. ഇനി ഷുഗർ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം.
എന്നിട്ട് കേക്കിൽ ഒന്ന് തെന്നി മാറാതിരിക്കാനായിട്ട് ഞാൻ 2-3 സ്ക്യൂവർ ഒന്ന് ആ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് കേക്ക് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫൈനൽ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, കുറച്ച് മുകളിലായിട്ട് ലൈറ്റ് ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നല്ല ഫിനിഷിങ്ങിലൊന്നും വേണ്ട, ഒരു ചെറുതായിട്ട് സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനൊന്ന് അങ്ങിങ്ങായിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബോർഡർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം. ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് തണുത്തിട്ട് വേണം ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട്. എപ്പോഴും ഫോണ്ടൻറ്റ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ വെച്ച് കൊടുക്കാവൂ, അല്ലെങ്കിൽ മൊത്തം കുളമായി പോവും. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുള്ള കേക്കിലേക്ക് ഈ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുക്കാം. കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേക്ക് ബോർഡിലേക്ക്. എന്നിട്ട് ഓരോന്നായിട്ട് ഈ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഷാർക്കിന് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലായിട്ട്. എന്നിട്ട് പേര് ഫോണ്ടൻറ്റിൽ തന്നെ പേര് എഴുതി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് കനം കൂടി പോരുത്. പേരൊക്കെ എഴുതി ഒട്ടിക്കുന്നത് കനം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോകും. ബബിൾസ് കൊടുക്കാനായിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഷെല്ലൊക്കെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഷാർക്കിനെ കുത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ മുകളിൽ ആ ഷാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട്, ഹെഡിൻ്റെ സൈഡിലായിട്ട് ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് ചെയ്തതാണ്, അപ്പോൾ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. ബാക്കിയുള്ള ഡെക്കറേഷൻ എല്ലാം ഇങ്ങനെ ഒന്ന് സൈഡിൽ അങ്ങിങ്ങായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് 2 ഷെല്ല് ഒന്നാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഷുഗർ ബോളൂടെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. സ്റ്റാർ ഫിഷിനെയും ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ബോൾസൊക്കെ അങ്ങിങ്ങായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്